الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സദാസമയവും അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ തന്നെ ജീവിക്കണമെന്നും ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, 5 നേരത്തെ നമസ്കാരം നിർവഹിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകുവാൻ സാധ്യതയില്ല. നമസ്കരിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സമയം വേണം, അതിനൊരു സ്ഥലം വേണം, അതിനൊരു പ്രത്യേകമായ ഒരു സന്ദർഭത്തെ അയാൾ തയ്യാറാക്കണം. അത് ശരിക്കും നിസ്കരിക്കുന്ന ആളാണെങ്കിലും നമസ്കാരത്തിൽ അതിൻ്റെതായിട്ടുള്ള സൂക്ഷ്മതയോ ഭക്തിയോ പുലർത്താത്ത ആളാണെങ്കിലും ഈ സമയമില്ലാതെ, അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലമില്ലാതെ, സന്ദർഭമില്ലാതെ ഇത് നിർവഹിക്കുക സാധ്യമല്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു സമയം നമ്മളതിനു വേണ്ടി മെനക്കെടുത്തുന്നു, അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സന്ദർഭവും സ്ഥലവും നമ്മൾ സാഹചര്യങ്ങളും ഒരുക്കുമ്പോൾ അത് നേരെ നിർവഹിക്കാതിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? എന്നാൽ അത് അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കുന്നത് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രയോജനമുണ്ട്. മഹാപണ്ഡിതനായിട്ടുള്ള ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല പറയുന്ന ഒരു വാക്കുണ്ട്, അത്തകാലിഫു കുല്ലുഹാ റാജിഅത്തുൻ ഇലാ മസാലിഹിൽ ഇബാദ് ഫീ ദുനിയാഹും വഉഖറ. അല്ലാഹു ഒരടിമയോട് കൽപ്പിച്ച ഏതൊരു കർമ്മം അവൻ പ്രവർത്തിച്ചാലും അവന് ഇഹലോകത്തും പരലോകത്തും ധാരാളക്കണക്കിന് പ്രയോജനങ്ങൾ അവന് ലഭിക്കും എന്നാണ് പറയുന്നത്. നിസ്കാരത്തെക്കുറിച്ചൊന്ന് ആലോചിക്കും നിങ്ങൾ. അതുകൊണ്ട് നമുക്കിടുന്ന പ്രയോജനം ഒന്ന്, അള്ളാഹു നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്ന് സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. അപ്പൊ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാള് അള്ളാഹു എന്നെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമായിട്ടുള്ള ആരാധന ഞാൻ നിർവഹിക്കുന്നു എന്ന ചാരിതാർത്ഥ്യം. അതായത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ശരിക്ക് നിർവഹിക്കാൻ എന്തു മതി? 5 നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഹലോക പരലോക സുരക്ഷയിൽ ഏറ്റവും പ്രധാനം തെറ്റ് ചെയ്യാതിരിക്കുന്നത്, പാപങ്ങൾ ചെയ്യാതിരിക്കുക. എല്ലാ തെറ്റുകളും മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. അല്ല എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ മരുന്നാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ട മരുന്നാണ്. ആരെങ്കിലും ആ ഹറാമിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അത് അവനെ ഏതെങ്കിലും നിലക്ക് പ്രതികൂലമായി രോഗമായി ബാധിക്കാതിരിക്കില്ല. തൻഹ ഇന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്നവൻ തെറ്റുകളൊന്ന് വിട്ടു നിൽക്കും, ആ നിസ്കാരം അവനെ തടയുമെന്ന്. നിസ്കാരത്തിന്റെ പ്രയോജനങ്ങളാണ് ഈ പറയുന്നത്. മാത്രമല്ല, ഒരാൾ സുബഹി നിസ്കരിക്കുകയാണെങ്കിൽ ഈ ദിമ്മത്തില്ല, അള്ളാന്റെ കാവൽ. എന്തൊക്കെ അപകടങ്ങൾ നേരം വെളുത്ത് ഇറങ്ങിയാൽ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. അവിടെ ഒരു സുരക്ഷ. ആ സുബഹിക്ക് പള്ളിയിൽ പോയി ജമാഅത്തൊക്കെ നിർവഹിച്ച് തിരിച്ചു വന്നാൽ അന്നത്തെ ദിവസം സേഫായി, അന്നത്തെ ദിവസം സുരക്ഷിതമായി. ചെറിയ കാര്യമല്ലല്ലോ സുഹൃത്തുക്കളെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും വിഷമങ്ങളില്ലാത്ത ആരുണ്ടോ? അള്ളാഹുവോടൊരു മനുഷ്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലാണ്. അപ്പോ അള്ളാഹിനോട് നേരിട്ട് അടുത്ത് നിന്ന് ഒരു മനുഷ്യന് തന്റെ വിഷമങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. കാല ഇന്നമാ അശ്കൂ ബത്തീ വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എന്റെ ദുഃഖങ്ങളും എന്റെ വിഷമങ്ങളും എല്ലാം ഞാൻ അള്ളാഹിനോട് പറയണമെന്നാണ് യാക്കൂബ് നബി പറഞ്ഞത്. താങ്ങാനാകാത്ത ദുഃഖഭാരങ്ങൾ നിറഞ്ഞു നിൽക്കും. ഇതൊക്കെ പറയാനും എനിക്ക് പടച്ചവനോട് ഞാൻ പറയാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സമാധാനം സമാശ്വാസം ചെറുതല്ല. അപ്പൊ അള്ളാഹുവോട് തിരിക്ക് നിന്നിട്ട് നമ്മൾ പറയാന്നുള്ളതാണ്. അതന്നെയാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവോട് സഹായം തേടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ധാരാളം പ്രയോജനങ്ങൾ നിസ്കാരം കൊണ്ടുണ്ട്. ഈ നിസ്കാരം അതിന്റെ രൂപത്തിൽ നമ്മൾ നിർവഹിക്കണം. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനൊരു കത്തെഴുതി. അപ്പൊ ആ സുഹൃത്തിന് കത്തെഴുതിയപ്പോ നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഒന്നും അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹ് റസൂൽ പറഞ്ഞു, ഖുർറത്തു ഐനീ ഫിസ്സലാ, ഞാൻ സന്തോഷം അനുഭവിക്കുന്നത് നിസ്കാരത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ ഇത്രമാത്രം സന്തോഷവും കൺകുളിർമയും ഒരാൾക്ക് കിട്ടാൻ സാധ്യമാകുന്നത് എന്നതിന്റെ 6 കാരണങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ തന്റെ ഒരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലൊന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നിസ്കാരത്തിന്റെ ആസ്വാദനം കിട്ടും. നമ്മുടെ നിസ്കാരം ഇതുവരെ നിസ്കരിക്കാത്തൊരു നിസ്കാരമായി മാറും. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, നമ്മൾ നിസ്കരിക്കുമ്പോൾ അത് നമ്മളൊരു ആവശ്യമാണെന്നാണ്. എങ്ങനെ ഇപ്പൊ ഞാൻ 5 നേരം നിസ്കരിക്കാതിക്കുക, ഈ സമയത്ത് ഇപ്പൊ എങ്ങനെ ഞാൻ പള്ളിയിൽ പോകാതിക്കുക, ഈ കൂടത്തിന് എങ്ങനെ ഞാൻ നിസ്കാരം ഒഴിവാക്കുക എന്നതാവരുത്. നിസ്കാരം എന്നത് നമ്മുടെ ഒരാവശ്യമാണ്. അതിനുവേണ്ടി സമയവും സന്ദർഭത്തെയും ഒരാൾ കാത്തിരിക്കണം. അത് എപ്പോഴുണ്ടാവുള്ളൂ, നിങ്ങൾ ഇഖ്ലാസാവുമ്പോഴുണ്ട്. നിസ്കാരം കൊണ്ട് വേറൊന്നും ഉദ്ദേശിക്കരുത്. നിസ്കാരം കൊണ്ട് വേറൊന്നും ഉദ്ദേശിക്കരുത്. ഇത്രയൊക്കെ സജീവമായിട്ടൊരു പൊതുപ്രവർത്തകനാണ് അയാൾ, എന്നിട്ടും അയാൾ നിസ്കരിക്കണ്ടല്ലോ. എന്തൊരു തിരക്കുള്ള കച്ചവടക്കാരനാണ്, എന്നിട്ടും അയാൾ നിസ്കരിക്കണ്ടല്ലോ. അയാൾ എന്തൊരു സമയമില്ലാത്ത ഡോക്ടറാണ്, അയാൾ നിസ്കരിക്കണ്ടല്ലോ. ഇതൊന്നും നമ്മൾ മനസ്സിൽ പറ്റില്ല. എന്താ എപ്പോഴാണെങ്കിലും ഇങ്ങനെ പള്ളിക്ക് പോകും, 5 നേരം അയാൾ പള്ളിക്ക് പോകും. അത്ര ശ്രദ്ധയാണ്, സൂക്ഷ്മത. ഇതിനൊന്നും വേണ്ടി നിസ്കരിക്കണോന് അതിന്റെ ഒരു ഭാരം താങ്ങാൻ പറ്റില്ല. നേരെ മറിച്ച് എന്റെ ഒരു ആവശ്യമായി നിസ്കരിക്കുന്നവര് നമസ്കാരത്തിൽ എന്ത് ചെയ്യും, അതിന്റെ ആസ്വാദനം കിട്ടുന്നതാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിസ്കരിക്കണ സമയമുണ്ടല്ലോ, ആ സമയം നിസ്കാരത്തിന് കൊടുക്കണം എന്നാണ്. ആ സമയത്ത് നമ്മളെ കച്ചവടത്തിന് കണക്കൂട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ തീർക്കാനോ ഒന്നും പറ്റില്ല. നിസ്കാരത്തിന് അനുവദിച്ചത് 3 മിനിറ്റ് ആണെങ്കിൽ ആ 3 മിനിറ്റ് പൂർണ്ണമായിട്ട് നിസ്കാരത്തിന് കൊടുക്കണം. ശരീരവും മനസ്സും ആ സമയം പൂർണ്ണമായി നമസ്കാരത്തിന് കൊടുക്കുന്ന ഒരാൾക്ക് ആ നിസ്കാരം ആസ്വാദകരമാകുമെന്നാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് എന്ത് വേണമെന്നറിയോ, ഓരോന്നും നിസ്കാരം എന്നൊരു ഇബാദത്താവുന്നുണ്ട്, അതിലുള്ള ചലനം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ കൈ കെട്ടുമ്പോൾ വരെ കൈ എത്ര ഉയർത്തണം, ഒന്നില്ലെങ്കിൽ ഈ ഉദര ചെവി വരെ അല്ലെങ്കിൽ ചുമര് വരെ. അപ്പൊ ആ കൈ ഏതുവരെ ഉയർത്തണം ആരാ തീരുമാനിക്കേണ്ടത്? സൊല്ലു കമാറ അയക്കുമ്പോൾ ന്യൂസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കേണ്ടത്. അപ്പൊ റസൂൽ തീരുമാനിച്ചു കൊടുത്താണ്. റുക്കൂക്ക് പോകുമ്പോൾ മുട്ടിൽ കൈവിരൽ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം, നിലത്ത് വെക്കുമ്പോൾ സുജൂക്ക് എങ്ങനെ വെക്കണം, ഏത് അവയവങ്ങളൊക്കെ തട്ടണം, ഇതൊന്നും നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അശ്രദ്ധമായി നിസ്കരിക്കുമ്പോൾ നമ്മൾ എവിടേക്കോ കൈ കെട്ടുന്നു, എവിടേക്കോ കൈ പൊന്തിക്കുന്നു, എപ്പോഴൊക്കെയോ പൊന്തിക്കുന്നു, എപ്പോഴൊക്കെയോ പൊന്തിക്കാതിരിക്കുന്നു. എല്ലാം മുതാബഅത്ത് റസൂൽ, അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റണം. 14 റുക്നുകൾ നിസ്കാരത്തിന് ഫുഖഹാക്കൾ എണ്ണി പഠിക്കും. 14 റുക്നുകളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അവന്റെ നിസ്കാരം അപൂർണമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ 14 കാര്യത്തിന് വേണം. ഒന്ന് ഖിയാമ്, നിൽക്കണം, അതേപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം,
അത് കൃത്യമായി ചെയ്യണം. വരിക ചില ആൾക്കാർ റുക്കൂ കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, ഓടി വന്ന് തക്ബീറത്തുൽ ആ നേരെ പോകും, നേരെ പോകും. ആ തക്ബീറത്തുൽ ഇഹ്റാം അതിന്റെ കോലത്തിൽ നമ്മൾ കെട്ടണം. അതേമാതിരി ഫാത്തിഹ വളരെ കൃത്യതയോടെ ഓതണം. റുക്കൂ വേണം, റുക്കൂ എന്നുള്ള നിവരൽ. അതേപോലെ തന്നെ സുജൂദിൽ അലൽ അഅ്ദാഇ സബ്അ 7 തട്ടണ കാര്യം ഇങ്ങനെ പൊതിച്ചിടിക്കാൻ പറ്റില്ല. 7 അവയവങ്ങളും നിലത്ത് സ്പർശിച്ചാലേ സുജൂദാവുള്ളൂ. സുജൂദ് ശരിയായാലേ നിസ്കാരം എന്ത് ചെയ്യുള്ളൂ, ശരിയാവുള്ളൂ. അതേപോലെ തന്നെ ഇഅ്തിദാലും, അതേപോലെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അടക്കം തുമഅ്നീനത്ത്. നമുക്കാണ് ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ നെറ്റി തട്ടുമ്പോൾ ഷോക്കേറ്റ പോലെ നെറ്റി ഉയർത്തുന്ന ആൾക്കാരെ കാണാൻ പറ്റും. തുമഅ്നീനത്തില്ലേ, അയാൾ ചെയ്ത സുജൂദൊക്കെ വെറുതെയായി, അയാൾ ചെയ്ത റുക്കുവൊക്കെ വെറുതായി, അയാൾ നിസ്കരിച്ചിട്ടില്ല എന്നാണ്, നിസ്കരിക്കാത്തവനെ പോലെ ആയി എന്നാണ്. അതേപോലെ തന്നെ അതിന്റെ ക്രമം എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ ക്രമത്തിൽ വേണം. അവസാനത്തെ അത്തഹിയാത്ത് വേണം. അതേപോലെ തന്നെ നബി പേര് സലാത്ത് ചെല്ലണം, സലാം വീട്ടണം. ഇങ്ങനെ 10-14 കാര്യങ്ങളിൽ ഒന്ന് വിട്ടുപോയി. ഈ 14ഉം ശ്രദ്ധയോടുകൂടെ ഒരാൾ നിർവഹിക്കുമ്പോഴാണ് നിസ്കാരത്തിലേക്ക് അയാൾ തന്റെ ശ്രദ്ധ പൂർണ്ണമായി കൊടുക്കുന്നത്. 4-മത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിൽക്കണത് ആ സ്ഥലകാല ബോധം നഷ്ടപ്പെടാൻ പാടില്ല. നല്ല നിസ്കരിക്കാൻ വേണ്ടി നിന്നോണ്ട് ഞാൻ നിസ്കാരത്തിലാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഒരു മിനിറ്റ് പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കാൻ നിൽക്കുകയാണ് എന്നുള്ള ആ ബോധമുണ്ടല്ലോ, അതാണ് ശരിക്കും ഇഹ്സാൻ എന്ന് പറയുന്നത്. അൻതഅ്ബുദ റബ്ബക കഅന്നക തറാഹു. പടച്ചോ അങ്ങനെ നോക്കി നിൽക്കുകയാണ്, പടച്ചോന്റെ മുമ്പിൽ ഞാൻ അങ്ങനെ അശ്രദ്ധമായി നിൽക്കാൻ പറ്റും, അലസമായി നിൽക്കാൻ പറ്റും, ഞാൻ വേറെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ പറ്റും. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ശരിയായ ബോധത്തിലായിരിക്കണം. 5-മത്തെ കാര്യമായിട്ട് അദ്ദേഹം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം അള്ളാഹ് തന്നതാണ്. പടച്ചോനാണ് എൻ്റെ എല്ലാം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നേരായി പോകണമെങ്കിൽ അത് പടച്ചോൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഈ സമയം ഞാൻ വേറൊന്നും ചിന്തിക്കാതെ അള്ളാഹ്ക്ക് കൊടുത്താൽ, പൂർണ്ണമായും കൊടുത്താൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരും എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം, എല്ലാം നമുക്ക് നമ്മുടെ നിസ്സഹായതയെ ബോധ്യപ്പെടുത്തി അള്ളാഹുവിലുള്ള നമ്മുടെ ആ ഇൽത്തിജ, അള്ളാഹുവിൽ അഭയം തേടാനുള്ള ആ മനസ്സ് വളരെ പ്രധാനമായ കാര്യം. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, അവസാനം എല്ലാവർക്കും എന്താ പറ്റിയ നിസ്കാരത്തിന് കുഴപ്പം അങ്ങനെ ആലോചിക്കരുതാണ്. എന്റെ നിസ്കാരം ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപൂർണമാവും, തക്സീർ ഉണ്ടാവും, ന്യൂനത വരും. ആ ന്യൂനത വരുത്താതെ വളരെ കൃത്യതയോടെ നിസ്കരിക്കണം, ശരിയാക്കണം നിസ്കാരം എപ്പോഴും എന്ന ബോധത്തോടെ നിസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം പൂർണ്ണമാകുന്നതാണ്. സത്യത്തിൽ സുഹൃത്തുക്കളെ, പൂർണ്ണമായ മനസ്സോടുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയവും ഈ സന്ദർഭവും എല്ലാം പൂർണ്ണമായി അള്ളാഹുവിന് നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വിജയം ഉണ്ടാവുള്ളൂ. പണ്ഡിതന്മാർ പറയും 5 തരം നിസ്കാരക്കാരുണ്ട്. അപ്പൊ നമ്മളെ നിസ്കാരം ഏതാന്ന് നമുക്കിത് മനസ്സിലാക്കാം. 1-മത്തെ ലാലിമുദ്ദീൻ നഫ്സിഹിദാണ്. എന്താ 1-മത്തെ ആള്? നിസ്കരിക്കാണ്, അതിനോട് യാതൊരു നീതി പുലർത്തും. ഒന്നെടുക്കുമ്പോൾ മുഴുവൻ അവയവങ്ങൾ നനഞ്ഞോ നോക്കൂല, ഈ നിസ്കാരം ഏതാന്ന് ഓർമ്മ ഉണ്ടാവില്ല, എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടാവില്ല, പ്രാർത്ഥന ചെല്ലിയിൽ ഇറക്കകത്ത് ഏതാ, ഇറക്കകത്ത് 3 എണ്ണായോ 4 എണ്ണായോ 2 എണ്ണായോ, ഒരു ബോധമില്ലാത്ത ഒരു നിസ്കാരം. അത് ശരിക്കും എന്താ വെച്ചാൽ അയാൾക്കൊരു കൂലിട്ടാനല്ല, പടച്ചെടുത്തൊരു ശിക്ഷ കിട്ടാനുള്ളൂ. ഇപ്പൊ വൈലുല്ലിൽ മുസല്ലി എന്നാണ് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുക എന്നുള്ള ഒരു കടമ കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടി. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാണ് ഒരു വരുന്നവും പോണതും അറിയില്ല, അത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്ന, ഒന്നിലും പൂർണ്ണതല്ലാത്ത ആൾക്കാർ. 2-മത്തെ എന്താ വെച്ചാൽ നോക്കിയ നിസ്കാരത്തിന്റെ ഒക്കെ ഉണ്ടാവും, അതിന്റെ അർക്കാനുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ മനസ്സ് മാത്രം നിസ്കാരത്തിൽ കെട്ടിയിട്ടുണ്ടാവില്ല. അതാ 2-മത്തെ വിഭാഗം. ഏത് നിസ്കാരത്തിന്റെ എല്ലാ പരിപാടിയും റുക്കൂ സുജൂദും ഒക്കെ ഉണ്ടാവും, ചിലരൊക്കെ ചെയ്യും, പക്ഷെ മനസ്സ് മാത്രം നിസ്കാരത്തിലില്ല. നിസ്കാരത്തിൽ എവിടെയോ എന്തെയോ ആലോചിച്ച് നിൽക്കുന്ന 2. 3-മത്തെ നിസ്കാരക്കാരൻ ആരാ വെച്ചാൽ, 3-മത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും, അതേപോലെ തന്നെ ചിന്തകളെ നിയന്ത്രിക്കും. പക്ഷേ അതേ സമയം എന്ത് ചെയ്യും, ചില സന്ദർഭങ്ങളിലൊക്കെ ചില അശ്രദ്ധകൾ വന്നു പോകും. അയാൾ പരമാവധി ശ്രമിച്ചിട്ടും അയാൾക്ക് പ്രതിഫലം ഉണ്ടാവും, യാതൊരു സംശയമില്ല. എന്നാൽ 4-മത്തെ ഘട്ടത്തിൽ അതിലും അതിന്റെ അപ്പുറത്തൊന്നുമില്ല. എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാം കൃത്യതയോടെ നിർവഹിച്ച് ആ നമസ്കാരത്തിന് സമ്പൂർണമായ ശ്രദ്ധ, അത് നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരത്തിലേക്ക് വരുമ്പോഴും പുറപ്പെടുമ്പോഴും അതിന്റെ ഉളുവിലും എല്ലാം ആ നിസ്കാരം എന്നതിന്റെ പ്രാധാന്യത്തെ എല്ലാ നിലക്കും പരിഗണിച്ചുകൊണ്ടുള്ള ഒന്നാണ്. 5-മത്തത് പറയുമ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ പറയുന്നത്? 5-മത്തതിൽ പറയുന്നത് എന്താ വെച്ചാൽ
പൂർണ്ണമായ ജീവിതത്തിൽ പരിപൂർണമായ ഭക്തി പുലർത്തി എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഒരു പരിപൂർണത സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തിന്റെ നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്ന ഒരാളെ നിസ്കാരം പോലെ അല്ലാതെ ജീവിതം മുഴുവനും ശ്രദ്ധ പുലർത്തുന്ന ഒരാൾക്ക് നിസ്കാരത്തിലും അതീവമായ ശ്രദ്ധ പുലർത്താൻ സാധിക്കുമെന്നാണ്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ മുഖറബാവുന്നു, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളാവുന്നു. ഏതായിരുന്നാലും നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം. അപ്പൊ സുഹൃത്തുക്കൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എന്റെ നിസ്കാരം എനിക്ക് ഭക്തിപൂർണ്ണമാക്കണം, അതിനിപ്പോ എന്താ ചെയ്യാൻ? ഞാൻ നിങ്ങൾ ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വിശ്വാസിക്ക് ആവശ്യം, എന്താണോ ഒരു മനുഷ്യൻ ആവശ്യം, അത് മുഴുവൻ കിട്ടാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ്. അതിൽ ഒന്നാമത് പറഞ്ഞെന്താ അറിയോ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നതാണ്. നിസ്കാരത്തിൽ ഭക്തി കാണിക്കും. നിസ്കരിക്കുന്നല്ലോ പറഞ്ഞ്, നിസ്കാരത്തിൽ എന്ത് ചെയ്യും? ഭക്തി കാണിക്കും. നിസ്കാരത്തിൽ എങ്ങനെ ഭക്തി കാണിക്കാം? ഹുവ ഹുളൂറുൽ ഖൽബ് ബൈന യദയില്ലാഹി തആല. നമ്മുടെ ഹൃദയത്തെ അള്ളാന്റെ മുമ്പിൽ നിർത്തുക. നമ്മുടെ ഹൃദയത്തെ, നിസ്കരിക്കണമെന്നത് ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ആ മനസ്സ് പതറാതെ, മനസ്സ് തെറ്റിപ്പോകാതെ നിലനിർത്താൻ കഴിയുന്നതിനെയാണ് ഖുശൂ എന്ന് പറയുന്നത്. നമ്മളെ നിസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ ചിന്തയും നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ വെറുതെ നമ്മളിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആലോചിക്കും? ഒന്നും ആലോചിക്കണം. പക്ഷെ നിസ്കാരത്തിൽ കിടന്ന് നിന്നാൽ ഒരു നിലക്കും ആലോചിക്കേണ്ടതില്ലാത്ത തികച്ചും അപ്രസക്തങ്ങളായ ഉദ്കുർ കഥ, അതാലോചിച്ചോ ഇതാലോചിച്ചോ എന്ന് പറഞ്ഞ് പിശാച് നമ്മളെടുത്ത് വന്നാൽ നിസ്കാരം കഴിയുന്നത് വരെ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് നമ്മൾ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ചിന്തകളെ ഇല്ലാതാക്കുക. മറ്റൊന്ന് മുസ്തഹ്ദിറൻ ജമീഅ മാ യഖൂലുഹു വയഫ്അലുഹു ഫി സ്വലാത്തി. നിസ്കാരത്തിൽ ചെയ്യുന്ന വാക്ക് പ്രവൃത്തി എല്ലാം മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുക. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിസ്കാരത്തിൽ ചെല്ലിന്റെ അർത്ഥം പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പോയി അത് പഠിക്കാം. നിസ്കാരത്തിൽ ചെല്ലിന്റെ പ്രാർത്ഥന അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കണം. കാരണം അത് നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാതെ എങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആ വാക്കുകളിൽ കേന്ദ്രീകരിക്കും. അപ്പൊ ഭക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ അയച്ചൊക്കെ നിങ്ങൾ 4 റക്അത്തുണ്ടെങ്കിൽ 4 റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ആവർത്തിച്ച് ഓതൂലേ? ഈ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് നമുക്ക് മറുപടി പറയുന്നതാണ്. ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു. ഓരോന്ന് പറയുമ്പോൾ അർറഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ് അതിനോട് പ്രതികരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധയോടെ സൂക്ഷ്മതയിൽ ഫാത്തിഹ 4 എണ്ണത്തിനുമില്ല. നിസ്കാരത്തിന്റെ പ്രധാനം ഫാത്തിഹയല്ലേ. അപ്പൊ ഫാത്തിഹന്റെ അർത്ഥം നമുക്ക് അറിയാമെങ്കിലോ, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം നമുക്ക് അറിയുമെങ്കിൽ, ആ 7 വചനത്തിന്റെ അർത്ഥവും ആശയവും നമുക്ക് അറിയുമെങ്കിൽ അതല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അത് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വേറെ പോകുന്നത്? തീർച്ചയായും വിശുദ്ധ ഖുർആന്റെ മുഴുവനും സംക്ഷിപ്തം ഫാത്തിഹയിലുണ്ട്. ഖുർആന്റെ മൊത്തം ചുരുക്കം അടങ്ങുന്ന ഫാത്തിഹ, അതിന്റെ അർത്ഥം നമുക്ക് അറിയെങ്കിൽ അതന്നെയല്ലേ സുഹൃത്തുക്കളെ ആ സമയത്ത് ആലോചിക്കാൻ മാത്രം. അതുകൊണ്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം. കാരണം ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അള്ളാന്റെ മുമ്പിൽ വന്നു നിന്നാൽ ഭയങ്കര കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് പ്രത്യക്ഷമായി നമുക്ക് ബോധ്യമുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? തിരിച്ചുപോകണം. പിന്നെന്താ വെച്ചാൽ എന്തെങ്കിലും ആവശ്യം മനസ്സിൽ വെച്ച് വന്ന് നിസ്കരിക്കരുത്. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ, എന്നാ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി. ഭക്ഷണം കഴിക്കാൻ പോകണമല്ലോ എന്നുള്ള ധൃതിയാവുമ്പോൾ കാര്യങ്ങൾ ആ സമയം നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ലാ സ്വലാത്ത ബി ഹളറത്തി തുആം വലാ വഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ. മൂത്രയിക്കാനും ബാത്റൂം പോകാനൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം നിലനിൽക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. 1 റക്അത്ത് 2 റക്അത്ത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ബാക്കി നിസ്കരിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇതിലും ആവശ്യം. അത് മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കണം എന്ന് വിചാരിച്ച് ധൃതി പിടിച്ചു വരുമ്പോൾ നമ്മൾ ആ ആവശ്യത്തിലായിരിക്കും മനസ്സുണ്ടായിരിക്കുക. ഒരിക്കലും നിസ്കാരത്തിലേക്ക് ആ മനസ്സ് കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരും. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് അത്തരമൊരു ഭക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എത്ര സമ്പൂർണ്ണമാണത്! അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹു നിന്നെ സ്മരിക്ക, അള്ളാഹുവിന്റെ സ്മരണകൾ നിലനിർത്താൻ എന്നെ നീ സഹായിക്കണം. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ. നീ എന്തൊക്കെ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്,
അതിനൊക്കെ നന്ദിയുള്ളവനാകാൻ നീ എന്നെ അനുഗ്രഹിക്കണം. വഹുസ്നി ഇബാദത്തിക്ക, നിനക്കുള്ള ആരാധനകൾ നന്നാക്കാൻ, നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ നന്നാക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് അള്ളാഹുവോട് പ്രത്യേകമായി എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കും. ഒന്നില്ലെങ്കിൽ സലാം വീട്ടിന് മുമ്പ് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പറയാം. അപ്പോൾ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആത്മാർത്ഥമായ ശ്രദ്ധയും, നിസ്കരിക്കുന്ന നമ്മൾ ആ നിസ്കാരിക്കുന്ന സമയം പൂർണ്ണമായി മനസ്സും ശരീരവും അള്ളാഹുവിന് നൽകി നമസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിസ്കരിക്കുന്ന എല്ലാവരും അത്തരത്തിൽ ആത്മാവുള്ള ജീവനുള്ള ഒരു നമസ്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ ഇഹലോകത്തും പരലോകത്തും കണക്കില്ലാത്തതാണ് നമ്മൾ മനസ്സിലാക്കുക. ഏത് സാഹചര്യത്തിലും നിസ്കാരം ഒഴിവാക്കാതിരിക്കാം, എപ്പോഴാണെങ്കിലും നിസ്കരിക്കാം. സാധാരണഗതിയിൽ ഒരു പ്രസവത്തിന് ഒരു ലേബർ റൂമിന്റെ ടേബിളിൽ കിടക്കുമ്പോൾ പോലും സഹോദരിമാർ സംശയം ചോദിക്കാതെ എപ്പോൾ മുതലാണ് എനിക്ക് നമസ്കാരം പറ്റാത്തത്? പ്രസവിച്ച് അവർ അശുദ്ധിയാകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ അവർക്ക് നമസ്കരിക്കാൻ ബാധ്യതയുണ്ട് ജീവിതത്തിൽ. അപ്പം അത്രമാത്രം പ്രധാനമാണ് യഥാർത്ഥത്തിൽ ശുദ്ധിയാകുന്നത്. ആർത്തവത്തുനിന്ന് ശുദ്ധിയാകുന്നത് 2 നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ പറ്റുന്നൊരു സമയത്തിലാണെങ്കിൽ കഴിഞ്ഞുപോയ ഒരു നമസ്കാരം കൂടെ വീണ്ടെടുത്ത് നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് നമസ്കാരമെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം കുറച്ച് സമയം നിസ്കാരത്തിന് കൊടുക്കുന്നു, അതേപോലെ തന്നെ ശാരീരികമായ ഒരു അധ്വാനം ചെലവഴിക്കുന്നു, ഒരു സ്ഥലം അതിനുവേണ്ടി കണ്ടുപിടിക്കുന്നു. ആ സമയം നമുക്കെതിരാവാതിരിക്കാൻ ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെയും നമസ്കാരം നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. വയനാട്ടിൽ നമ്മളെല്ലാവരും അവിടുത്തെ ദുരന്തങ്ങളുടെ ചിത്രങ്ങൾ എല്ലാവരുടെ കയ്യിലും മൊബൈലിലോട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാധാരണഗതിയിൽ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയത്, ജീവൻ നഷ്ടപ്പെട്ടു പോയത്, ധാരാളം മനുഷ്യാവയവങ്ങൾ ഈ പുഴയിൽ നിന്നൊക്കെ വീണ്ടെടുത്ത് അത് സംസ്കരിക്കുന്നത്, എന്തൊക്കെ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്ന കാര്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നന്മകളെ കുറിച്ച് പറഞ്ഞു. ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റിയ കുറേ നന്മകൾ പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു ബൈനമാ റജുൽ യംശി ബി തുരീഖിൻ വജദ ഹുസ്ന ഷൗക്കിൻ അല തുരീഖി ഫ, വഴിയിലൊരു മുള്ളിന്റെ കൊമ്പ് കണ്ടു, അത് വെട്ടിമാറ്റി. അപ്പം അയാളുടെ അള്ളാഹു നന്ദി കാണിച്ചു, അയാളതൊക്കെ പുറത്തെടുത്തു, എല്ലാം പുറത്തെടുത്ത് അയാൾക്ക് എന്ത് ചെയ്തു, പാപങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു. പിന്നെ നബി പറഞ്ഞു അശ്ശുഹദ ഉഹംസ, 5 ആളുകൾ രക്തസാക്ഷികളാണ്. രക്തസാക്ഷി എന്ന് പറയാൻ കാരണം രക്തസാക്ഷിന്റെ അതേ പ്രതിഫലം കിട്ടുമെന്ന അർത്ഥം പറയുന്നുണ്ട്. അല്ല, അവർ സ്വർഗം സാക്ഷ്യം വഹിക്കുന്നവരാണ്, സ്വർഗം കിട്ടുന്നവരാണെന്ന് പറഞ്ഞു. എന്തായാലും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണെങ്കിൽ അത് കുടിപ്പിക്കൊന്നും വേണ്ട. എന്നാൽ നേരെ മറിച്ച് ഈ പറയുന്ന രക്തസാക്ഷികൾ 5 രക്തസാക്ഷികൾ, ഒന്നെന്താണ് അൽ മതഊൻ, പിന്നെ ഈ രോഗങ്ങൾ ബാധിച്ച ആളുകൾ, അതേപോലെ തന്നെ വൽ മബുത്തൂൻ, വയറിൽ രോഗങ്ങളുള്ള ആളുകൾ, വൽ ഗരീഖ്, മുങ്ങി മരിച്ച ആൾ, അതേപോലെ തന്നെ വസാഹിബുൽ ഹദം എന്ന് പറഞ്ഞ പോലെ ചുമരോ മതിലോ വീടോ ഒക്കെ പൊളിഞ്ഞു ചാടിയിട്ട് അതിൻ്റെ ഉള്ളിൽപ്പെട്ട് മരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ വശഹീദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയാകുന്ന ആളുകൾ. അപ്പോൾ അത് പിന്നെ കുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മരണപ്പെട്ട ആളുകൾ. അപ്പം ഇങ്ങനത്തെ ആളുകൾ അത്രയും ഭീകരമാണ് ആ മരണരംഗങ്ങൾ. അപ്പം മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ദുരന്തത്തിന്റെ ആഴത്തിനനുസരിച്ച്, ആ മനുഷ്യൻ സഹിക്കുന്ന ബുദ്ധിമുട്ടിനനുസരിച്ച് കൊണ്ടുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കുന്ന മനസ്സിലാക്കണം. അപ്പൊ ദുനിയാവിനെ വെച്ച് അവലോകനം ചെയ്യുമ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി, കുടുംബത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോഴും പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വർഗം കിട്ടുമെങ്കിൽ ഇവിടുത്തെ നഷ്ടങ്ങൾ വല്ലതും നഷ്ടമാണോ സുഹൃത്തുക്കളെ? ഇനി അത് മാത്രമല്ല, ഇനി സ്വത്തുക്കൾ പോയ ആളുകൾ, ലക്ഷക്കണക്കിന് രൂപ പോയ ആളുകളുടെ ഇന്ന ഇളമൽ ജസാ ഇളമിൽ ബല, ഏറ്റവും വലിയ പ്രതിഫലം, ഏറ്റവും വലിയ പരീക്ഷണമൊക്കെ കിട്ടാം. അപ്പൊ പരീക്ഷണത്തിന്റെ ആഴം എത്ര വലുതാണോ അത്രമാത്രം പ്രതിഫലം കിട്ടുന്നതാണ്. അള്ളാഹു ഒരു കൗമിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അള്ളാഹു പരീക്ഷിക്കും. പക്ഷെ എന്താ പറയുക, പരീക്ഷണങ്ങൾ എത്ര തീവ്രമാണെങ്കിലും പമൻ റളിയ ഫലഹു റിള, അവൻ തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിന് തൃപ്തി കിട്ടും. വമൻ സഹിത ഫലഹു സഖ്, അവൻ അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അള്ളാഹുവിന്റെ കോപമാണ് ഉണ്ടാവും. എന്തു വന്നാലും അള്ള തന്നതല്ലേ എന്ന് വിചാരിക്കാൻ ഒരാൾക്ക് എന്ത് ചെയ്യണം, പറ്റുമെന്നാണ്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖത്തിയ. ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിശ്വാസിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവസാനം ഇതൊക്കെ പാടെ സഹിച്ച് മരിച്ചു പോകുമ്പോൾ അവന്റെ ഒരു പാപം ബാക്കി ഉണ്ടാവില്ല. എല്ലാം ഈ ദുരന്തങ്ങളിൽ അവരില്ലാതായിട്ടുണ്ടായിരിക്കുമെന്നാണ്. അത്ര വലിയ പ്രതിഫലമാണ്. അപ്പോ ഇവരൊക്കെ വലിയ ഹതഭാഗ്യരാണെന്ന് വിചാരിക്കരുത് സുഹൃത്തുക്കളെ. അവിടെ എത്ര നഷ്ടത്തിന്റെ ആഴം എത്ര തീവ്രമാണെന്ന്
നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അവിടെ പ്രതിഫലവും അത്ര തീവ്രമാണെന്ന് ആലോചിക്കണം. രക്തസാക്ഷിത്വം എന്നത് നമ്മളൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു വാങ്ങേണ്ട അത്രയും വലിയൊരു പദവിയാണ്. മരിക്കുമ്പോൾ തന്നെ എല്ലാ പാപം പൊറുക്കപ്പെട്ടു പോകുന്ന, കടമല്ലാത്തതെല്ലാം പൊറുക്കപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ആ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് ആ രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലവും അവിടെ നഷ്ടങ്ങൾക്കെല്ലാം കണക്കില്ലാത്ത പ്രതിഫലവും അള്ളാഹു പരലോകത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ എവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുരന്തങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ക്ഷമിക്കുവാനുള്ള മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പല ആളുകളും രോഗങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ ജുമാക്കൊക്കെ അല്പം രോഗമാണെങ്കിൽ പോലും വന്നിരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ഒരു നിലക്കും പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകൾ അള്ളാഹു അവിടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുമാറാം. അള്ളാഹുവെ അവിടെ വേദനകളെ, വിഷമങ്ങളെ നീ നീക്കി കൊടുക്കണം. അവിടെ മനസ്സുകൾക്ക് നീ സമാധാനം പ്രദാനം ചെയ്യും. ഇത്രയും വലിയ രോഗങ്ങളാണെങ്കിൽ നീ ശിഫയാക്കുന്നവരാണ്, സുഖപ്പെടുത്തുന്നവരാണ്. നീ അവർക്കതിന് ശമനം നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുളിപ്പ് പ്രദാനം ചെയ്യണമെന്നാണ്. എല്ലാ തെറ്റുകളും പൊറുത്തൽ നിന്റെ അടുക്കൽ ഭക്തിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ വന്നെത്തുന്ന സദ്വൃത്തരിൽ ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തണമെന്നാണ്. നമസ്കാരം ഭയഭക്തിയോടുകൂടി മനസ്സാന്നിധ്യത്തോട് നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار